Hi all. Next we can divide 68 divided by 4 using pictorial representation as well as short division method. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 68 divided by 4 എന്ന് എഴുതി. ഇനി 6ൽ നമ്പർ ഓഫ് സീറോസ് എഴുതി. 1, 2, 3, 4, 5, 6. 8ൻ്റെ സീറോസ് എഴുതും. 8 സീറോസ് എഴുതും. 1, 2, 3, 4, 5, 6, 7, 8. ഇനി നമ്മൾ പെയർ ചെയ്യാം. ഇതിൽ നമുക്ക് 4 ആണ്. 6നെ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 4 സീറോസ് നമ്മൾ ഒറ്റ പെയറായിട്ട് എഴുതി. എത്ര പെയറാണ് ഉള്ളത്? ഒരേ ഒരു പെയറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1 ഇവിടെ എഴുതാം. പിന്നെ ബാക്കി എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ഉണ്ട്. ഈ 2 സീറോസ് എന്ന് പറയുമ്പോൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് 2 ടെൻസ് ആണ്. 2 ടെൻസ് എന്ന് പറയുമ്പോൾ 20 വേണം. ഒരു ഇതിൽ 10 സീറോസും അടുത്തതിൻ്റെ അകത്ത് 10 സീറോസും, അങ്ങനെ മൊത്തം 20 വേണം. ഇതിൻ്റെ അകത്ത് 8 ആണ് ഉള്ളത്. ബാക്കി എത്ര സീറോസ് നമ്മൾ വരയ്ക്കണം? 20 സീറോസ് വരയ്ക്കണം. അപ്പം ഈ ഒരു 10 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി അടുത്ത സീറോസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ വീണ്ടും 10 സീറോസ് വരയ്ക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി നമ്മൾ പെയർ ചെയ്യാം. പെയർ ചെയ്യുമ്പോൾ നമുക്ക് 4 ആണ്. 28നെ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 1 പെയർ, then second pair, third pair, fourth pair, fifth pair, sixth pair, then 4 സീറോസ് വരുമ്പോൾ 7th pair. അപ്പോൾ നമുക്ക് ഇവിടെ 7 എഴുതാം. അപ്പോൾ 17 times 4 ആണ് നമുക്ക് 68 കിട്ടണത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 56 divided by 2. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്യാം. പിക്ടോറിയൽ റെപ്രസെൻറ്റേഷന് 5 സീറോസ് വയ്ക്കാം. 1, 2, 3, 4, 5. ഇവിടെ 6 സീറോസ് വയ്ക്കാം. 1, 2, 3, 4, 5, 6. ഇനി നമ്മൾ പെയർ ആക്കാം. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 പെയർ, ഇവിടെ സെക്കൻഡ് പെയർ. ടോട്ടൽ എത്ര പെയറായി? 2 പെയേഴ്സായി. അപ്പോൾ 2 നമുക്ക് ഇവിടെ എഴുതാം. ഇനി ബാക്കി ആരാ ഉള്ളത്? ഇവിടെ ഒരു പെയർ ഒരാൾ ഒറ്റയ്ക്ക് എടുക്കുക, ഒരു സീറോ ഒറ്റയ്ക്ക് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടെൻസ് ആണ് ഇപ്പുറത്തേക്ക് പോവുക. 1 ടെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്ട്രാ 10 സീറോസ് വരയ്ക്കണം. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി നമ്മൾ 2 വീതം വെച്ച് പെയർ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 8 പെയേഴ്സ് ആണുള്ളത്. അപ്പോൾ 56 divided by 2 എന്ന് പറയുമ്പോൾ നമുക്ക് 28 കിട്ടും. ഇനി അടുത്തത് 72 divided by 6. ഇതുപോലെ തന്നെ 7, 2 എഴുതുക, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 7ൽ എത്ര സീറോസ് എഴുതണം? 7 സീറോസ് എഴുതണം. 1, 2, 3, 4, 5, 6, 7. ഇവിടെ 2 സീറോസ് മതി. ഇനി നമുക്ക് നോക്കുക. 7നെ 6 കൊണ്ടാണ് തന്നെ. അപ്പോൾ 6 സീറോസിനെ ഒറ്റ പെയറാക്കി എഴുതി. അപ്പോൾ ഇവിടെ എന്തേ ഉള്ളൂ? 1 ഉള്ളൂ. ഇനി 1 10 അപ്പുറത്തേക്ക് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സീറോസ് വരയ്ക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇത് 12 ആയല്ലോ. 12നെയാണ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പം 6 സീറോസിനെ ഒരുമിച്ചെടുക്കുക. 1, 2, 3, 4, 5, 6 ഒറ്റ പെയർ. അടുത്തത് ഒറ്റ പെയർ. അപ്പോൾ എത്രയായി? 2 പെയറായി. അപ്പോൾ 2 കിട്ടി. അപ്പോൾ 72 divided by 16 എന്ന് പറയുമ്പോൾ 12, ഇത് 28, ഇത് 17.